മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. ഉണ്ണി, രാവിലെ എനിക്ക് തുടങ്ങും നിന്റെ മൊബൈൽ വെച്ചിട്ടുള്ള കളി. നിനക്ക് കോളേജിലൊന്നും പോണ്ടേ? വേഗം എനിക്ക് റെഡിയാവ്. ഒന്ന് പോയാ അമ്മ. അയ്യോ, പാല് തിളച്ചു പോയി. ഡാടാ എണിക്കടാ. ഉണ്ണി എണിക്ക്, പള്ളി പോണ്ട, എണിക്ക്. ഞാനങ്ങ് ഇന്ന് വരുന്നില്ലാടാ, ഇന്ന് മനസ്സില്ല. നിങ്ങള് പൊക്കോ. ബൈ ബൈ. ഡോക്ടർ എന്ത് പറഞ്ഞ? आप एलेक्स के पापा हो ना? आ जाइए, बैठ जाइए. मेरे बेटे का कंडीशन कैसा है? मैंने एलेक्स का फाइल देखा तो आपके बेटे का कंडीशन जरा क्रिटिकल है. उसको स्कल फ्रैक्चर हुआ है तो उसके सर्जरी की डेट लिस्ट 10 लाख लग सकती है. ओके डॉक्टर. എന്റെ കർത്താവേ, ഞാൻ ഇനി എന്താ ചെയ്യാ? നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. അവനിപ്പോ ക്രിട്ടിക്കലാന്നാ പറയുന്നത്. സ്കൾ ഫ്രാക്ചർ അയക്കാത്രേ. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അതിനൊരു 10 ലക്ഷങ്ങളും വേണ്ടി വരും. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കാന്ന്. നമുക്ക് അലക്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ? നമുക്ക് വേണ്ടി ഓൺലൈൻ ഫണ്ട് റൈസിംഗ് ചെയ്താലോ? ഡോക്ടർ, छोटी सी प्रॉब्लम है. मैं 4 से काफी एडिक्ट कर देता हूँ. 4 कोई काम करने जाता हूँ, 4 में डिस्ट्रैक्ट हो जाता हूँ, काम खत्म ही नहीं हो पाता. आपके पास सोल्यूशन है? सोल्यूशन तो नहीं, बट एडवाइस दे सकती हूँ. तुम बाहर घूमने जाओ फ्रेंड्स के साथ, फैमिली के साथ टाइम स्पेंड करो एंड प्रोडक्टिव काम करो, जैसे कि स्पोर्ट्स, क्रिएटिविटी एंड ट्राई टू अवॉइड फ़ोन.
സോഷ്യൽ മീഡിയയുടെ നല്ല വശവും ചീത്ത വശവുമാണ്. ഇന്ന് ഇവന്റെ കൂടെ സംഭവിച്ചത് വേറെ ആരുടെ കൂടെ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടതെന്ന്.